ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിലേക്ക് വന്നിരിക്കുന്ന പുതിയ ജോബ് നോട്ടിഫിക്കേഷനെ പറ്റി പറയാനാണ്. അപ്പോൾ നമുക്ക് ജോബ് ഡീറ്റെയിൽസ് നോക്കാം. ഇതാണ് അതിൻ്റെ വേക്കൻസി വന്നിരിക്കുന്ന ലിങ്ക്. അപ്പോൾ ഇതിലൂടെ നോക്കി നിങ്ങൾ അപേക്ഷിക്കാൻ പറ്റുന്നതിൽ അപേക്ഷിക്കുക. ഇതിൻ്റെ നമുക്ക് സ്റ്റാർട്ടിംഗ് ഡേറ്റ് നോക്കാം, ഇതിൻ്റെ കാര്യങ്ങൾ നമുക്ക് നോക്കാം. വേക്കൻസീസ് എന്ന് പറയുന്നത് റെഗുലർ വേക്കൻസി പറയുന്നത് എസ് സി കാൻഡിഡേറ്റ് 216, എസ് ടി കാൻഡിഡേറ്റ് 108, ഒ ബി സി 390, ഇ ഡബ്ല്യു എസ് 144, യു ആർ 558, ടോട്ടൽ 1444. അപ്പം ഇതിൻ്റെ വേക്കൻസി ടോട്ടൽ വന്നിരിക്കുന്നത് 1500ഓളം വേക്കൻസികളാണ് വന്നിരിക്കുന്നത് നിലവിൽ. അപ്പം നമുക്ക് ഡിഫറൻറ്റ് സ്റ്റേറ്റ്, എല്ലാ സ്റ്റേറ്റിലേക്ക്, കേരള സ്റ്റേറ്റിലേക്ക് വന്നിട്ടുണ്ട് വേക്കൻസികൾ. അപ്പോൾ നിങ്ങൾ അപേക്ഷിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അപേക്ഷിക്കുക. ഇതിൻ്റെ ഡീറ്റെയിൽസ് ആണ് കൊടുത്തിരിക്കുന്നതിൻ്റെ സ്റ്റാർട്ടിങ് 18/6/2026, 8/7/2026 വരെയാണ്. പേയ്മെൻറ്റ് ആപ്ലിക്കേഷൻ പറയുന്നത് 18/6/2026, 8/7/2026 വരെയാണ്. ഡൗൺലോഡ് എക്സംസെൽ ലെറ്റേഴ്സ് പറയുന്നത് സെക്കൻഡ് ഓർ തേർഡ് വീക്ക് ഓഫ് ദി ജൂലൈ 2026 പറയുന്നത്. കൂടുതൽ ഡീറ്റെയിൽസ് എല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട്, എന്തൊക്കെ ഡേറ്റ് കാര്യങ്ങളെല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ നോക്കി വായിച്ചതിന് ശേഷം മാത്രം അപേക്ഷിക്കുക. ഏജ് ലിമിറ്റിൻ്റെ കാര്യം ഇവിടെ ക്രൈറ്റീരിയകൾ പറഞ്ഞിട്ടുണ്ട്. ഏജ് ലിമിറ്റ് എത്ര വയസ്സ് വേണം? 21-നും 30 വയസ്സിനും ഇടയിൽ പ്രായമാണ് പറയുന്നത്. അതിനകത്ത് SC ST OBC EWS കാൻഡിഡേറ്റിന് ഇളവുകളുമുണ്ട്. അപ്പം നോക്കിയതിന് ശേഷം മാത്രം അപേക്ഷിക്കാൻ പറ്റുന്ന എല്ലാവരും അപേക്ഷിക്കുക. ഫുൾ ഡീറ്റെയിൽസ് ഞാൻ ഓരോന്നോരോന്നായിട്ട് 1 by 1 പറഞ്ഞ് ഈ വീഡിയോയുടെ ലെങ്ത് ഞാൻ കൂട്ടുന്നില്ല. നിങ്ങൾ പോസ്റ്റ് ചെയ്ത് നോക്കിയതിന് ശേഷം മാത്രം അപേക്ഷിക്കുക. കേരളത്തിലും നിലവിൽ എക്സാം സെൻറ്ററുകളുണ്ട്. അപ്പം നിങ്ങൾ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ കയറി നോക്കിയിട്ട് അപേക്ഷിക്കാൻ പറ്റുന്നത്. ആപ്ലിക്കേഷൻ ഫീ പറയുന്നത് 750 രൂപയാണ്. അതിനകത്ത് ഇളവുകളും പറയുന്നുണ്ട് കാറ്റഗറി വൈസ്. അപ്പോൾ ഇതിൻ്റെ ക്വസ്റ്റ്യൻ വരുന്നത് ഇംഗ്ലീഷ് ലാംഗ്വേജ് 40 മാർക്ക്, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് 30 മാർക്ക്, റെഗുലർ എബിലിറ്റി 30 മാർക്ക് ആണ് പറയുന്നത്. അപ്പോൾ ടോട്ടൽ 100 മാർക്കാണ് ഇതിൻ്റെ വരുന്നത്. പേയ്മെൻറ്റ് ക്രൈറ്റീരിയ അല്ല. അപ്പം ഇതിന് ഡിഗ്രി ഉള്ളവർക്കാണ് അപേക്ഷിക്കാൻ പറ്റുന്നത്. ഫൈനൽ സെലക്ഷൻ പ്രൊസീജിയറിൻ്റെ കാര്യം. അപ്പം ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ കയറി നോക്കിയതിന് ശേഷം മാത്രം അപേക്ഷിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. പ്ലീസ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ.